പുതിയ ആശയങ്ങളും അറിവുകളും തേടി പോകാൻ എപ്പോഴും താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഈ മനുഷ്യൻ നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്ന ചില സങ്കല്പങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുക എന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണല്ലോ. അതെ, തീർച്ചയായും. അത്തരം വിഷയങ്ങൾ എപ്പോഴും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കാറുണ്ട്. കൃത്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഗഹനമായ വിശകലനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു വിഷയമാണ്. കത്തോലിക്ക സഭ പാപങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത്, പ്രത്യേകിച്ച് മനുഷ്യന്റെ പ്രവൃത്തികളെ ഏത് അളവുകോൽ വെച്ചാണ് അവർ വിലയിരുത്തുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇതൊരു വലിയ ടോപ്പിക്കാണ്. അതെ, ഇതിനായി കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, അതായത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. 1854 മുതൽ 1864 വരെയുള്ള ഖണ്ഡികകൾ. മോർട്ടൽ സിൻ അഥവാ മാരകമായ പാപങ്ങൾ, വീനിയൽ സിൻ അഥവാ ലഘുവായ പാപങ്ങൾ. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. ആ ഒരു വലിയ ചിത്രത്തിലേക്ക് നമുക്ക് വരാം. ശരി, നമുക്കിത് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. മനുഷ്യന്റെ പാപങ്ങളെ അവയുടെ ഗൗരവമനുസരിച്ച് എങ്ങനെയാണ് ഈ ഗ്രന്ഥം വേർതിരിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അതില് വലിയൊരു മനഃശാസ്ത്രം കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാല് മനുഷ്യന്റെ പ്രവൃത്തികളെ വിലയിരുത്താൻ ഈ ഗ്രന്ഥം പ്രധാനമായും ഉപയോഗിക്കുന്നത് അവയുടെ ഗൗരവം, അതായത് ഗ്രാവിറ്റി എന്നൊരു അളവുകോലാണ്. ബൈബിളിലായാലും മനുഷ്യന്റെ അനുഭവങ്ങളിലായാലും ഈ വ്യത്യാസം വളരെ പ്രകടമാണ്. അതായത് എല്ലാ തെറ്റുകളും ഒരേപോലെ അല്ല എന്നല്ലേ? കൃത്യം. ട്രാഫിക് സിഗ്നൽ തെറ്റിക്കുന്നതും ഒരാളെ ഉപദ്രവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈയൊരു അടിസ്ഥാനം തന്നെയാണ് സഭയുടെ പാരമ്പര്യത്തിലുമുള്ളത്. മാരകപാപവും ലഘുപാപവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഈ സ്രോതസ് വിശദീകരിക്കുന്നത് ചാരിറ്റി അഥവാ സ്നേഹം എന്ന ആശയത്തെ മുൻനിർത്തിയാണ്. സ്നേഹം എന്നതിനെ ഒരു അളവുകോലായി ഉപയോഗിക്കുന്നത് ശരിക്കും വളരെ വ്യത്യസ്തമായൊരു ചിന്തയാണ്. അതെ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മനുഷ്യന്റെ ഹൃദയത്തിലെ ഈ സ്നേഹത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാരകപാപമായി മാറുന്നു. എന്നാൽ ഒരു തെറ്റ് ആ സ്നേഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല, പക്ഷെ അതിനെ വ്രണപ്പെടുത്തുന്നുവെങ്കിൽ അത് ലഘുപാപമാണ്. ഒരു ബന്ധം തകരാറിലാകുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായും അറ്റുപോയിട്ടില്ല എന്നൊരവസ്ഥ. ഇവിടെ ശ്രോതാക്കൾക്കായി സെന്റ് തോമസ് അക്വിനാസ് നൽകിയ ഒരു ഉദാഹരണം ഞാൻ എടുത്തു പറയുകയാണ്. കൊലപാതകമോ ദൈവനിന്ദയോ ഒക്കെ സ്നേഹത്തിന് തികച്ചും വിരുദ്ധമാണ്. തീർച്ചയായും. ഒരാളുടെ ജീവൻ എടുക്കുമ്പോൾ അവിടെ സ്നേഹം പൂർണ്ണമായും ഇല്ലാതാകുന്നു. അതെ, അതുകൊണ്ട് അത് സംശയമില്ലാതെ ഒരു മാരകപാപമാണ്. എന്നാൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ പലപ്പോഴും നടത്തുന്ന ചിന്താശൂന്യമായ സംസാരങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ച് അനാവശ്യമായി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അമിതമായ ചിരിയും തമാശകളും. കേൾക്കുമ്പോൾ ഇതൊരു പാപമാണോ എന്ന് വരെ തോന്നിപ്പോകും. ശരിയാണ്, ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തിലുണ്ടാകുന്ന ചെറിയ ക്രമക്കേടുകളാണ്. പക്ഷേ ഇതൊന്നും സ്നേഹത്തിന് പൂർണ്ണമായും എതിരല്ല. ഈ ഒരു ചിന്താശൂന്യമായ സംസാരം ഒരാളുടെ ഹൃദയത്തിലെ സ്നേഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ലാത്തതുകൊണ്ട് അവയെ ലഘുവായ പാപങ്ങളായി കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഒരു പ്രവൃത്തി എപ്പോഴാണ് മാരകപാപമായി മാറുന്നത്? അതിന് കൃത്യമായ ചില വ്യവസ്ഥകൾ ഈ ഗ്രന്ഥം പറയുന്നുണ്ട്. ആ 3 വ്യവസ്ഥകൾ. ഒരു പ്രവൃത്തി മാരകപാപമാകണമെങ്കിൽ ഒരേ സമയം ഈ 3 വ്യവസ്ഥകൾ പാലിക്കപ്പെടണമെന്നാണ് സ്രോതസ് വ്യക്തമാക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ 3ഉം ഒരുമിച്ച് വരണം. അതെ, ഒന്ന് മാത്രം പോരാ. 1, ഗൗരവമുള്ള വിഷയം അഥവാ ഗ്രേവ് മാറ്റർ. 2, പൂർണ്ണമായ അറിവ് അഥവാ ഫുൾ നോളജ്. 3, പൂർണ്ണ സമ്മതം അഥവാ ഡെലിബറേറ്റ് കൺസെന്റ്. ഇതിൽ ആദ്യത്തെ വ്യവസ്ഥയായ ഗൗരവമുള്ള വിഷയം എന്നത് എന്താണെന്ന് നമുക്കൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഈ ഗൗരവമുള്ള വിഷയം പ്രധാനമായും 10 കൽപ്പനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. യേശു ഒരു ധനികനായ യുവാവിന് നൽകുന്ന മറുപടിയിലൂടെയാണ് ഈ സ്രോതസ് ഇത് വിശദീകരിക്കുന്നത്. ആ യുവാവ് ചോദിക്കുന്ന ആ ചോദ്യം അല്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്? അതെ. അപ്പോൾ യേശു പറയുന്ന മറുപടി: കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നിങ്ങനെയുള്ള കൽപ്പനകളാണ്. ഇതാണ് ഗൗരവമുള്ള വിഷയങ്ങൾ. എന്നാൽ ഇതിൽ തന്നെ ഗൗരവത്തിന്റെ തോത് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഗൗരവമുള്ള വിഷയങ്ങളെല്ലാം ഒരേപോലെയല്ല.
മോഷണത്തേക്കാൾ ഗൗരവമുള്ളതാണല്ലോ കൊലപാതകം. അതുപോലെ ആർക്കെതിരെ ഈ തെറ്റ് ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. കൃത്യം. തികച്ചും അപരിചിതനായ ഒരാളോട് കാണിക്കുന്ന അക്രമത്തേക്കാൾ ഗൗരവമുള്ളതാണ് സ്വന്തം മാതാപിതാക്കളോട് കാണിക്കുന്ന അക്രമം. ഇനി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും വ്യവസ്ഥകളിലേക്ക് വരാം. പൂർണ്ണമായ അറിവും പൂർണ്ണ സമ്മതവും. താൻ ചെയ്യുന്നത് ദൈവത്തിന്റെ നിയമങ്ങൾക്ക് എതിരാണെന്ന് പൂർണ്ണമായ അറിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഗ്രന്ഥം പറയുന്നത്. അതോടൊപ്പം അത് ചെയ്യാനുള്ള വ്യക്തിപരമായ തിരഞ്ഞെടുപ്പും വേണം. അതെ, ചിലര് തെറ്റ് ചെയ്തിട്ട് എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഈ ഗ്രന്ഥം ആ വാദങ്ങളെ വളരെ കൃത്യമായി നേരിടുന്നുണ്ട്. അറിവില്ലായ്മ നടിക്കുന്നത്, അതായത് ഫെയിൻഡ് ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഹൃദയകാഠിന്യം എന്നിവ പാപത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല, മറിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനെ വലിയൊരു ചിത്രത്തോട് ബന്ധിപ്പിച്ചു നോക്കാം. ഇവിടെയാണ് ഈ പുരാതനമായ സ്രോതസ് ഇന്നത്തെ കാലത്തെ മനഃശാസ്ത്രവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മനഃപൂർവ്വമല്ലാത്ത അറിവില്ലായ്മയെക്കുറിച്ചാണോ പറയുന്നത്? അതെ, അൺഇൻറ്റൻഷണൽ ഇഗ്നോറൻസ്. അതുപോലെ വികാരങ്ങൾ, ബാഹ്യസമ്മർദ്ദങ്ങൾ, മാനസിക വൈകല്യങ്ങൾ അഥവാ പാത്തോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നിവ ഒരു വ്യക്തിയുടെ കുറ്റബോധത്തെയും ഗൗരവത്തെയും കുറയ്ക്കാൻ കാരണമാകുമെന്ന് സ്രോതസ് പറയുന്നു. അതൊരു വളരെ മാനുഷികമായ സമീപനമാണ്. തെറ്റ് ചെയ്തത് ആരാണെന്ന് മാത്രം നോക്കിയാൽ പോരാ, അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നതുകൂടി പരിഗണിക്കണം. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയുമുണ്ട്. തിന്മ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ, അതായത് മാലീസ് എന്ന് നമ്മൾ പറയുന്ന വിദ്വേഷത്തോടെ ചെയ്യുന്ന പാപങ്ങളാണ് ഏറ്റവും ഗൗരവമേറിയത് എന്ന് ഈ ഭാഗം അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാരക പാപങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇനി ലഘുപാപങ്ങളിലേക്ക് വരാം. ഗൗരവം കുറഞ്ഞ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പൂർണ്ണമായ അറിവോ സമ്മതമോ ഇല്ലാതെ ചെയ്യുന്ന ഗൗരവമുള്ള കാര്യങ്ങളിലോ ആണ് ഒരാൾ ലഘുപാപം ചെയ്യുന്നത്. ഇത് ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കുന്നില്ലെങ്കിലും സ്നേഹത്തെ ദുർബലപ്പെടുത്തുകയും സുഹൃതങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആത്മാവിനെ തടയുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന് പരിഹരിക്കാവുന്നതേയുള്ളൂ. ഈയൊരു അവസരത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. സെന്റ് ഓഗസ്റ്റിന്റെ വളരെ പ്രശസ്തമായ ചില വരികൾ ഈ സ്രോതസ്സിൽ ഉദ്ധരിക്കുന്നുണ്ട്. ലഘുവായ പാപങ്ങളെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളത്തുള്ളികളുടെ ഉദാഹരണം അല്ലേ? അതെ, വെള്ളത്തുള്ളികൾ ചേർന്നൊരു പുഴയുണ്ടാകുന്നു, ധാന്യമണികൾ ചേർന്നൊരു കൂമ്പാരമുണ്ടാകുന്നു. ചെറിയ പാപങ്ങൾ കാലക്രമേണ മാരക പാപങ്ങളിലേക്ക് നയിക്കാം. മനുഷ്യന്റെ നിത്യജീവിതത്തിലെ ശീലങ്ങളുമായി ഇതെത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കൂ. ചെറിയ ചെറിയ നുണകൾ പറയാൻ തുടങ്ങുന്നു എന്ന് കരുതുക. ആദ്യം അതൊരു ലഘുപാപമായിരിക്കാം, പക്ഷേ ക്രമേണ അതൊരു ശീലമായി മാറുകയും അവസാനം വലിയൊരു തട്ടിപ്പിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിച്ചേക്കാം. തീർച്ചയായും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല ശീലങ്ങളെയും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ഭാഗത്തേക്ക് വരാം. ഈ മാരക പാപത്തിന്റെ അവസാന ഫലം എന്താണ്? അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, മാനസാന്തരപ്പെടാത്ത മാരകപാപം ഒരു വ്യക്തിയെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാനും നരകത്തിലെ നിത്യമരണത്തിനും കാരണമാകുന്നു എന്ന് ഗ്രന്ഥം പറയുന്നു. കാരണം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും തിരുത്താനാകാത്ത തിരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയും. മനുഷ്യന് ആ ഒരു ചോയ്സ് ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു പ്രവൃത്തി ഗൗരവമുള്ളതാണെന്ന് വിധിക്കാമെങ്കിലും ആ വ്യക്തിയെ വിധിക്കാനുള്ള അധികാരം ദൈവത്തിന്റെ നീതിക്കും കരുണയ്ക്കും വിട്ടുകൊടുക്കണമെന്ന് ഗ്രന്ഥം പറയുന്നു. മനുഷ്യർക്ക് മറ്റുള്ളവരെ വിധിക്കാൻ അധികാരമില്ല. ഈ കാരുണ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നാം ക്ഷമിക്കപ്പെടാത്ത പാപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. പരിശുദ്ധാത്മാവിനെതിരായ അധിക്ഷേപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആശയം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തിന് അതിരുകളുണ്ടോ എന്ന് സംശയം തോന്നാം. പക്ഷെ ഗ്രന്ഥം വ്യക്തമാക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തിന് അതിരുകളില്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് അത് ക്ഷമിക്കപ്പെടാത്ത പാപമാകുന്നത്? കാരണം മനഃപൂർവ്വം ആ കാരുണ്യം സ്വീകരിക്കാതിരിക്കുകയും മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഹൃദയകാഠിന്യമാണ് നിത്യമായ നാശത്തിലേക്ക് നയിക്കുന്നത്. അത് ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടൊരു വാതിലിനു മുന്നിൽ നിൽക്കുന്നതുപോലെയാണ്. ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷേ വ്യക്തി അത് സ്വീകരിക്കുന്നില്ല. ആ ഉള്ളിൽ നിന്ന് പൂട്ടിയ വാതിൽ എന്ന ഉപമ വളരെ കൃത്യമാണ്. നമ്മളിന്ന് ഈ ചർച്ചയിലൂടെ കടന്നുപോയ വഴികൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ചിന്താശൂന്യമായ സംസാരം മുതൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ വരെ നീളുന്ന ധാർമ്മികതയുടെ ഒരു വലിയ ചിത്രമാണ് നാം ഇന്ന് കണ്ടത്. പാപങ്ങളെ വെറുതെ പട്ടികപ്പെടുത്തുകയല്ല,
മറിച്ച് മനുഷ്യന്റെ ഉദ്ദേശങ്ങളെയും സാഹചര്യങ്ങളെയും എത്ര കൃത്യമായാണ് ഈ സ്രോതസ്സ് വിലയിരുത്തുന്നതെന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതെ, നിങ്ങൾ ഈ വിഷയത്തെ മതപരമായി കണ്ടാലും അല്ലെങ്കിൽ ധാർമ്മികതയുടെയും മനഃശാസ്ത്രത്തിന്റെയും കോണിലൂടെ കണ്ടാലും ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ തിരഞ്ഞെടുപ്പുകൾ, സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ആ വെള്ളത്തുള്ളികൾ പോലെ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ദിശയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും. മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ ചിന്തിച്ച മറ്റൊരു പുരാതന ടെക്സ്റ്റ് അപൂർവമായിരിക്കും. ശരിയാണ്. ഇന്നത്തെ ഈ ഗഹനമായ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം അന്വേഷിക്കാനായി ഒരു വലിയ ചിന്ത ഞാൻ വിട്ടുനൽകുകയാണ്. പൂർണ്ണമായ അറിവോടെയും പൂർണ്ണ സമ്മതത്തോടെയും ചെയ്യുന്നതാണ് മാരകപാപം എന്ന് ഈ ഗ്രന്ഥം പറയുന്നു. ബാഹ്യസമ്മർദ്ദങ്ങളോ മാനസിക വൈകല്യങ്ങളോ ഇതിന്റെ ഗൗരവം കുറയ്ക്കുമെന്നും നാം കണ്ടു. അതെ, ആ ഒരു ഇളവ് അവിടെ നൽകുന്നുണ്ട്.